ഈ MBBS പോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ഏത് കോളേജ് എന്നതിലുപരി നമ്മളെങ്ങനെ പഠിക്കുന്നു, നമ്മൾ എങ്ങനെ എഫേർട്ട് ഇടുന്നു എന്നതാണ്. എൻ്റെ ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വർഷം പഠിച്ചത്. പക്ഷേ അങ്ങനെ അന്ന് സാക്രിഫൈസ് ചെയ്തതിൻ്റെ എല്ലാ റിസൾട്ടും എനിക്ക് നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ തിയറി പഠിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തതിൻ്റെ ഒന്നും ഒരു കണക്ക് ആക്ച്വലി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ കുറേ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് NCERT തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. NCERT വായിച്ച് ഇഷ്ടം പോലെ തവണ വായിച്ചു. അത് ലാസ്റ്റ് വായിച്ച് ആ ബുക്ക് വരെ ലാസ്റ്റ് കീറി പോകുന്ന വരുത്തില്ല അത്ര തവണ നമ്മൾ മറിച്ച് വരച്ച്. അപ്പം 8 മണിയാകുമ്പോഴത്തേക്കും ബസ്സിലേക്ക് കയറുക, ചെറിയ നല്ല പാട്ടൊക്കെ കേട്ട്. അത് ബെർലിനിൽ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബസ്സിൽ കയറി നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അത് നല്ല റിലാക്സിങ് ആയിട്ടുള്ള പാട്ടായിരിക്കും. ചില സമയത്തൊക്കെ ബസ്സിൽ കയറുന്നത് തന്നെ ആ ഒരു പാട്ട് കേൾക്കാനാന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര അതെ അവിടെ നടുക്ക് പോയി പ്രൈസ് ഒക്കെ മേടിക്കാൻ പറ്റി. ആ പ്രൈസ് ഒക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കിട്ടും നമുക്കൊരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അതെ അതെ പിന്നെ തീർച്ചയായിട്ടും അതെ ഇനിയും മേടിക്കണം എന്നുള്ളൊരു ശരിക്കും തോന്നുന്നൊരു ടൈം. നമ്മളങ്ങനെ അവിടെ നടുക്കിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കുകയും അത് ഭയങ്കര ഒരു എന്താണ് ശരിക്കും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് ഇപ്പോൾ ഒരു എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിയെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് അതിലും കൂടുതൽ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും കോമ്പീറ്റ് ചെയ്ത് ലൈക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ ലൈക്ക് വേറെ ആരും ഇല്ല എന്നുള്ളൊരു ഫീൽ വന്നു. നമ്മുടെ ക്ലാസ്സിലേക്കാണെങ്കിലും വേറെ ആരും ഇല്ല, എപ്പോഴും ഞാൻ തന്നെ ആ ഒരു ഇത് കിട്ടും നമുക്ക്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നീറ്റ് എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് 90% സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു നല്ല റാങ്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും MBBS കിട്ടും. അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുക എന്ന് തന്നെ ഞാൻ പറയും. ഹലോ എവരിവൺ. സോ നമുക്കറിയാം 2025 നീറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അല്ലേ. വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം, അതായത് നീറ്റിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഈ 2025 നീറ്റ് എക്സാം. സോ അതിൽ മികച്ച ഒരു സ്കോറും റാങ്കും കരസ്ഥമാക്കി ഇപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ബെർലിനിലെ ഒരു മിടുക്കനാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആളെ പരിചയപ്പെടാം. ശിവതേജസ്. ഹായ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ശിവതേജസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് B ശിവതേജസ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്, ഇടുക്കി കഞ്ഞിക്കുഴി. ഞാൻ ബെർലിനിലെ D ബ്ലോക്കിലെ R27 ബാച്ചിലായിരുന്നു പഠിച്ചത്. എനിക്ക് ഇത്തവണത്തെ നീറ്റ് 2025 കിട്ടിയത് 603 മാർക്കും റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 1161 ആണ്. ഓക്കെ, 603 എന്ന് പറയുന്നത് ചെറിയൊരു സ്കോറേ അല്ല. പെട്ടെന്ന് നമ്മൾ ഈ 2025 നീറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പം അബവ് ഒരു 600 കിട്ടാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമാണ് അല്ലേ? യെസ്. എങ്ങനെയായിരുന്നു ഈ ഒരു സ്കോർ നേടിയത്? അതായത് ആ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോന് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്ര സ്കോർ കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ പോക്ക് ആദ്യം തന്നെ കണ്ടപ്പോഴേ ഒരു പന്തികേട് തോന്നി? എങ്ങനെയായിരുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മാർക്കാണ് ശരിക്കും. എനിക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ല, ലൈക്ക് ഫുൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണല്ലോ വീട്ടിൽ വന്നിട്ട് ഫുൾ കരച്ചിൽ, വിഷമം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മാർക്ക്. കാരണം എനിക്ക് ബ്രില്യൻ്റ് വെച്ച് കിട്ടിയതിലും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മാർക്കാണ് 603 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത്. അതൊട്ടും എന്താണ് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആദ്യം. പക്ഷേ നീറ്റ് ഇത്രയും നല്ലൊരു ഹാർഡ് ലെവൽ എക്സാം ആയതുകൊണ്ട് ആ ഒരു മാർക്ക് വളരെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ്, അതും കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നെത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഇവിടെ തന്നെ വരണം എന്നായിരുന്നു ആഗ്രഹം, അതോ മാർക്കിന്റെ ബേസിലായിരുന്നോ? എങ്ങനെയാണ് ആ ഒരു ഇവിടെ വന്നെത്തിയത്? എന്റെ മാർക്കിൽ ഇപ്പോൾ ഏത് കോളേജാണല്ലോ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ, എന്നിട്ട് ഞാൻ കോട്ടയം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിക്ക് അടുത്താണ് കോട്ടയം. അപ്പോൾ വീടിൻ്റെ അടുത്തൊരു നല്ല കോളേജ് കിട്ടുമ്പോൾ അത് മിസ്സാക്കേണ്ടെന്ന് തോന്നി. ഞാൻ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ബ്രില്യൻ്റ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ 2 തവണ മാത്രമേ പോയിട്ടുള്ളൂ. ഓണത്തിനും ക്രിസ്മസിനും ജസ്റ്റ് ഒരു ദിവസം ലീവ് എടുത്ത് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി കണ്ടിന്യൂസ് പഠിത്തം തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനിയെങ്കിലും പഠിക്കാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയം എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പോകാമെന്നുള്ളൊരിതും, പിന്നെ ഇടയ്ക്ക് വീട്ടിൽ പോകാം, വീട്ടുകാരെയൊക്കെ കാണാം, അങ്ങനെ ആ ഒരു ഇതും. പിന്നെ അക്കാഡമിക്കലി ആണെങ്കിലും കോട്ടയം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അങ്ങനെ ഒരു മോശമായിട്ടുള്ള കോളേജ് അല്ല. നമ്മളിപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു കോളേജിന് ഒരു കാറ്റഗറി റാങ്കിങ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ, 1, 2, 3 കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അക്കാഡമിക്കലി അങ്ങനെ കോട്ടയം മോശമാണെന്ന് തോന്നിയില്ല. ഇവിടുത്തെ സീനിയേഴ്സിനോടാണെങ്കിലും ട്രിവാൻഡ്രത്തെയും കോഴിക്കോട് എല്ലാ സീനിയേഴ്സിനോട് അന്വേഷിച്ചു. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് 1 മാസം മുമ്പ് ഇതായിരുന്നു ഫുൾ പരിപാടി എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അന്വേഷിച്ചു. അതെ, തന്നെയാണ് ഞാൻ കയറിയത്. അപ്പം എല്ലാവരും പറഞ്ഞ ഒരേ ഒരു സെയിം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MBBS പോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട ഏത് കോളേജ് എന്നതിലുപരി നമ്മളെങ്ങനെ പഠിക്കുന്നു, നമ്മൾ എങ്ങനെ എഫേർട്ട് ഇടുന്നു എന്നതാണ് എല്ലാവരും തന്നെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ടും കോട്ടയം ഒരു നല്ല ഓപ്ഷനാണ്, ഒരിക്കലും ഒരു മോശം ആവില്ല. ആൻഡ് ഇപ്പം എനിക്ക് മനസ്സിലായി ഒരിക്കലും ഒരു മോശം ഓപ്ഷൻ അല്ല, വളരെ നല്ലൊരു
ഡിസിഷൻ തന്നെയായിരുന്നു കോട്ടയം ചൂസ്. യെസ്, അതുപോലെ തന്നെ വന്ന പാട് ശിവതേജസ് ഇവിടുത്തെ ഒരു സ്ഥാനത്തിൽ തന്നെ കയറി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. സോ എന്തായിട്ടാണ് ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ഇരിക്കുന്നത്? ഞാനിപ്പം ഞങ്ങളുടെ 2025 MBBS ബാച്ചിന്റെ അക്കാഡമിക് റപ്പായിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു അധികാരം കൂടെ ഏറ്റെടുത്തിട്ടാണ് ഈ MBBS ജേർണി അല്ലെങ്കിൽ എല്ലാം ഇപ്പൊ തന്നെ കുറെ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ് ഫസ്റ്റ് ഇയറിന്റെ റപ്പ് ആവാന്ന് പറയുന്നത് അല്ലേ? കുറെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അക്കാഡമിക് ടീച്ചേഴ്സായിട്ടും ഫ്രണ്ട്സായിട്ടും, മീൻസ് നമ്മളിപ്പോൾ വന്നിട്ട് എല്ലാവരുമായിട്ട് തന്നെ ഒരു കണക്ഷൻ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. അത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കല്ലെങ്കിലും ഇഷ്ടമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ലീഡർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ. അതെ, അപ്പം ഞാൻ അങ്ങനെ എൻജോയ് ചെയ്ത് തന്നെ പോവാ അല്ലെ? പഠിത്തവും ഈ ഒരു എന്താ പറയാ കോർഡിനേഷനും എല്ലാം കൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, ഇഷ്ടപ്പെട്ട് തന്നെ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുക. മോൻ പറഞ്ഞു ഇപ്പൊ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് എങ്ങനെയായിരുന്നു നീറ്റ് അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റിംഗ് കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ ആ ഒരു അന്നത്തെ സ്റ്റേജ് വേഴ്സസ് ഇപ്പോഴത്തെ എന്തായിരുന്നു ഡിഫറൻസ്? ശിവതേജസിന്റെ രണ്ടൊരു വേർഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരുന്നു? തീർച്ചയായിട്ടും നീറ്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വേറൊരു ശിവതേജസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വേറൊരു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയും നീറ്റ് ക്രാക്ക് ചെയ്യണം. കാരണം ഞാൻ നീറ്റിന് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പാഷനുണ്ട്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നും സഹായിക്കണമെന്നും പണ്ട് തൊട്ടേ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ അമ്മയും അച്ഛനും, അമ്മ ഒരു സ്റ്റാഫ് നേഴ്സാണ്, അച്ഛൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഷ്യൽ ഇൻവോൾവ് ആയിട്ട് നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ രണ്ടുപേരും. അപ്പം ഞാൻ അവരെ കണ്ടിങ്ങനെ എനിക്കൊരു അങ്ങനെ ഒരു സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് കുഞ്ഞിലോട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തിരഞ്ഞെടുത്തൊരു പ്രൊഫഷൻ തന്നെയാണ് ഇപ്പം MBBS എന്ന് പറയുന്നത്. നീറ്റിൻ്റെ ടൈമിൽ കയറുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒറ്റ വർഷമേ ഉള്ളൂ, ഈ ഒരു വർഷം എൻ്റെ 100% എഫേർട്ട് ഇട്ട് ഞാൻ എന്തായാലും ക്രാക്ക് ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചിട്ടാണ് ഞാൻ കയറിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വർഷം പഠിച്ചത്. പക്ഷേ അങ്ങനെ അന്ന് സാക്രിഫൈസ് ചെയ്തതിൻ്റെ എല്ലാ റിസൾട്ടും എനിക്ക് നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ആ ഒരു ഇയറിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നു. എക്സാമ്പിളാണ് ഇപ്പം ഒരു ലീഡർഷിപ്പ് പോലെ ഇപ്പം ബാച്ച് റപ്പ് ആവാൻ പറ്റി. ഇനിയും ഇതുപോലെ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതെ, ഇനിയും ഒരു MBBS കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അല്ലേ? തീർച്ചയായിട്ടും 5.5 വർഷം ഉണ്ടല്ലോ, അപ്പം ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങി 2 മാസത്തിനുള്ളിൽ ഇങ്ങനെ തന്നെ പറ്റുമ്പോഴത്തേക്കും ഇനിയുള്ള കാലം അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും മികച്ച രീതിക്ക് തന്നെ പെർഫോം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ശിവതേജസിന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്ലസ് 1 പ്ലസ് 2 പഠനം കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? ഞാൻ LKG തൊട്ട് 10th വരെ ഒരു സെയിം CBSE സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അത് റോസ്മെഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ തന്നെ ഇടുക്കിയിൽ കഞ്ഞിക്കുഴി തന്നെ സ്ഥലത്തുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് 1 പ്ലസ് 2 ഒരു സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്, SNHSS. അത് ഞങ്ങളുടെ അവിടെ തന്നെ കഞ്ഞിക്കുഴി ടൗണിൽ തന്നെയുള്ള ഒരു സ്കൂളാണ്. എൻ്റെ സ്കൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് 10th വരെയുള്ള റോസ്മെഡ് സ്കൂളാണ് എൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്ത് തന്നെന്ന് ശരിക്കും എനിക്ക് പറയാൻ പറ്റും. കാരണം അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ഒന്ന് വളരാൻ വേണ്ടി ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പഠിത്തമായാലും ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാത്തിലും എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി അതെ ആ ഒരു രീതിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ബ്രില്യനിലേക്ക് വരികയാണെങ്കിൽ മോൻ്റെ ഒരു പഠന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ നീറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാനായിരുന്നു മോൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? അതായത് ഓരോരുത്തർക്കും ഓരോ അപ്രോച്ച് കാണുമല്ലോ, ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി കാണും. അതിൽ ഏത് രീതിയാണ് ശിവതേജസ് ചൂസ് ചെയ്തത്? എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വന്ന ടൈമിൽ ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ ഞാൻ വന്നു, അതിൻ്റെ ഒരു കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓൺലൈൻ ബാച്ചിലായിരുന്നു. June 5th ഓൺലൈനിൽ കയറി. എന്നിട്ട് ജസ്റ്റ് ഞാനൊരു 2 weeks പഠിച്ചു ഓൺലൈനിൽ. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു സുഖമില്ല, ലൈക്ക് അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസോഴ്സ് അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുന്നത് വർക്ക് ബുക്കും സ്റ്റഡി മെറ്റീരിയലൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ ബ്രില്യൻ്റിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത കുറച്ച് സീനിയേഴ്സിനോട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു എടാ ഓഫ്ലൈൻ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി ഓഫ്ലൈൻ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് ഓൺലൈൻ തന്നെ ആകാമെന്ന് വിചാരിച്ച് ഞാൻ ഓഫ്ലൈനിലേക്ക് കയറി. അപ്പോൾ June 20th ഞാൻ ഓഫ്ലൈനിലേക്ക് കയറി കഴിഞ്ഞ് പിന്നെ അങ്ങ് പഠിച്ചു തുടങ്ങിയപ്പം എനിക്ക് അത് നന്നായിട്ട് തോന്നി. എൻ്റെ റൂംമേറ്റ് ആണെങ്കിലും അവൻ റെസിഡൻഷ്യലി പഠിച്ചതായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടി. നമുക്ക് ഫ്രണ്ട്സിൽ നിന്ന് കുറേ അങ്ങനെ നല്ല കാര്യങ്ങൾ ഇൻഫർമേറ്റീവായിട്ട് എനിക്ക് കിട്ടി. ലൈക്ക് ഗൈഡ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഗൈഡ് യൂസ് ചെയ്യണം, ഏതൊക്കെ വർക്ക് ബുക്കിലല്ലേ എങ്ങനെ ചെയ്യണം, എന്താണ് നമ്മൾ ശരിക്കും ആ ഒരു പാത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിലൂടെ കിട്ടി. അതിലുപരി എനിക്ക് ബ്രില്യൻ്റിൽ നിന്ന് ശരിക്കും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പാത്ത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി ആൻഡ് എനിക്കങ്ങനെ സാധിച്ചു. ഗൈഡാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്ത ഗൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും സെൻഗേജിന്റെ ഗൈഡാണ് യൂസ് ചെയ്തത്. സെൻഗേജ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്കാണ്. അപ്പോൾ അത് ആദ്യം തന്നെ അങ്ങ് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തെങ്കിലും പിന്നെ കുറച്ച് കംഫർട്ടബിൾ ആയി വന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഗൈഡ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് സോ ഈസി ആയിരുന്നു. MTG ഒക്കെ എടുത്ത് പിന്നെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊന്നും തോന്നിയിട്ടില്ല, ആ ഒരു ലെവലിലേക്ക് എത്തിയായിരുന്നു. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിലായിരുന്നോ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് അല്ലേ? ഞാൻ തിയറി ജസ്റ്റ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ പിന്നെ കൂടുതൽ തിയറി പഠിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തതിൻ്റെ ഒന്നും ഒരു കണക്ക് ആക്ച്വലി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ കുറേ ഗൈഡ് ചെയ്തിട്ടുണ്ട്, സെൻഗേജ് ചെയ്തിട്ടുണ്ട്, MTG ചെയ്തിട്ടുണ്ട്. അതും ഓരോന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വെച്ചിട്ട്. ബയോളജി പിന്നെ അധികം ഗൈഡ് യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ചെയ്തിട്ടുണ്ട്. ബയോളജി NCERT തന്നെ ഫോക്കസ് ചെയ്തത്. പിന്നെ അല്ലാതെ നമുക്ക് ബ്രില്യനിലെ ഓൺലൈൻ ലേണിംഗിൽ ആപ്പിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും, പഴയ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നു. മോഡൽ എക്സാം ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ അത് ആ ഒരു ഫ്ലോയും കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് തന്നെ ഒരു ഇഷ്ടമാകും. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ ഒരു ആൻസർ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു ഡോപ്പാമിൻ അതെ. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത ആ ഫ്ലോയിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഓരോ സബ്ജക്ട് വൈസ് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ഇപ്പോൾ ശിവ തേജസ് അത് പഠിച്ചുകൊണ്ടിരുന്നത്? അതായത് ഇപ്പം കെമിസ്ട്രിയിലേക്ക് വരുമ്പം ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയായിട്ട്, ചിലർക്ക് പേടിയാണ്, എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പിക്കുമാണ്. അപ്പോൾ ഈ ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ എങ്ങനെയാണ് മോൻ ഡീൽ ചെയ്തത്? ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമ്മൾ മെയിൻലി നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ച് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഓട്ടോമാറ്റിക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ നല്ലൊരു ബേസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്നതെല്ലാം ആ ഒരു ഫ്ലോയിൽ തന്നെ വന്നോളും. അതാണ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത്? NCERT തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. NCERT വായിച്ച് ഇഷ്ടം പോലെ തവണ വായിച്ചു. അത് ലാസ്റ്റ് വായിച്ച് ആ ബുക്ക് വരെ ലാസ്റ്റ് കീറി പോകുന്ന വരുന്നത് അത്ര തവണ നമ്മൾ മറിച്ചു. അതെ, എക്സാമിന്റെ ടൈമിൽ നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ആ പേജ് ഇങ്ങനെ വരുമായിരുന്നു, മെമ്മറിയിൽ ഇങ്ങനെ വരും ആ പേജ്. അപ്പൊ ഇവിടെയാണ് ആൻസർ, ഓക്കെ ഇത് തന്നെ. അങ്ങനെ ആ ഒരു രീതിക്ക് നമുക്ക് അത്രയും തവണ റിവൈസ് ചെയ്യുന്നത്, എത്ര തവണ റിവൈസ് ചെയ്യുന്നോ അത്രയും നല്ലത്. അപ്പൊ ഫിസിക്സിലേക്ക് വരികയാണെങ്കിലോ? ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ ടെക്സ്റ്റ് അധികം നോക്കിയിട്ടേ ഇല്ല ആക്ച്വലി. ടെക്സ്റ്റ് ആ പാടെ കുറച്ച് ആ സമ്മറി, ആ ലാസ്റ്റ് +2 ചാപ്റ്റേഴ്സിന് കുറച്ച് സമ്മറി അല്ലാതെ ഞാൻ ടെക്സ്റ്റ് നോക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻസ് തന്നെ ഫോക്കസ് ചെയ്ത് പിന്നെ തിയറി, ബ്രില്യനിലെ ക്ലാസ്, അല്ലാതെ ബ്രില്യനിൽ നിന്നുള്ള എക്സ്ട്രാ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലാതെ പഴയ ക്ലാസ്സുകളും കാര്യങ്ങളും, എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പഴയ ഏതെങ്കിലും ക്ലാസ് എടുക്കുക, അപ്പോൾ അവർ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അതിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ അപ്രോച്ചിങ് മെത്തേഡ് പഠിച്ചിട്ട് പിന്നെ നമ്മളത് ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലേക്ക് അത് ഇംപ്ലൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ശിവ തേജസിന്റെ ഒരു നീറ്റിന്റെ പ്രിപ്പറേഷൻ സമയത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അത് അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ദ സെയിം ടൈം അത് എങ്ങനെയാണ് ഇപ്പൊ MBBSലേക്ക് വന്ന് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അല്ലേ? അത് എങ്ങനെയാണ് മോന് തോന്നിയത്? തീർച്ചയായിട്ടും എനിക്ക് വളരെ നല്ല രീതിക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആവാൻ പറ്റി ലൈഫിൽ. എനിക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കപ്പോൾ ഒരു മൈൻഡ് ഉണ്ട് ഓൾറെഡി. നമുക്കിപ്പം ഒരു ടൈം ആകുമ്പോൾ എണീക്കണം, കിടക്കണം, ലൈക്ക് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് എണീക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7, അല്ലാതെ അതിലും നേരത്തെ ഞാൻ എണീക്കാറില്ല. കിടക്കുന്നതാണെങ്കിൽ ഒരു 10, 11 ആ റേഞ്ച് ആകുമ്പോൾ കിടക്കുകയും ചെയ്യും. അങ്ങനെ അധികം ലേറ്റ് ആയിട്ട് ഇരിക്കാറുമില്ല, അധികം നേരത്തെ എണീക്കാറുമില്ല. ലൈക്ക് സ്ലീപ്പ് കംപ്ലീറ്റ് ആയിട്ടൊരു 7-8 അവേഴ്സ് ഞാൻ ഉറങ്ങാൻ മിക്കപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. വളരെ റയറായിട്ട് മാത്രമേ അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ഒരു ഡിസിപ്ലിൻ അന്ന് കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ടും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും നമ്മൾക്ക് സ്ലീപ്പ് റുട്ടീൻ എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാൻ ഏകദേശം ആ ഒരു ടൈം ഇപ്പം കുറച്ചും കൂടെ നേരത്തെ 6:30 ഇപ്പോൾ എണീക്കുന്നുണ്ട്. അതെ, അങ്ങനെ എന്തായാലും നല്ല രീതിക്ക് തന്നെ കുറേ കാര്യങ്ങൾ ബ്രില്യനിലേത് ഇപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ സമയത്ത് മോൻ്റെ ഒരു സ്റ്റഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ എങ്ങനെയായിരുന്നു മോൻ്റെ പഠിത്തം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏത് രീതിയിലായിരുന്നു എന്ന് പറയാം? അതായത് ത്രൂ ഔട്ട് നീറ്റ് റിപ്പീറ്റിംഗ് ടൈമിൽ എങ്ങനത്തെ ആയിരുന്നു ഒരു ഡേ എന്നുള്ളത്? രാവിലെ ഇപ്പം 6:37 എഴുന്നേക്കുമെന്ന് പറഞ്ഞു. ടൈമിലാണോ? ക്ലാസ് ഇപ്പോൾ ഒരു നോർമൽ ക്ലാസ് ഉള്ള ദിവസങ്ങളിലെല്ലാം എക്സാം എടുക്കാറായ മോഡൽ എക്സാം ദിവസങ്ങളുണ്ട്. യെസ്, അപ്പൊ ആ സമയത്താണെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചെയ്ത് ആ ടൈമിൽ ലാസ്റ്റ് മോഡൽ എക്സാംസിന്റെ ഒക്കെ ടൈമിൽ നമുക്ക് ക്ലാസ് എല്ലാം ഫിനിഷ് ആവുമല്ലോ. പിന്നെ ഫുൾ നമുക്ക് റിവൈസ് ചെയ്യാനും പഠിക്കാനുള്ള ടൈമാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്നു, 7 എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, റെഡി ആവുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ 8 ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് മാറിയാൽ, എൻ്റെ ഹോസ്റ്റലിൽ സെൻറ്റ് ജോർജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഹോസ്റ്റലാണ്. അവിടെ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ബസ്സുണ്ട് രാവിലെ. അപ്പം 8 മണിയാകുമ്പോഴത്തേക്കും ബസ്സിലേക്ക് കയറുക, ചെറിയ നല്ല പാട്ടൊക്കെ കേട്ട്. അത് ബ്രില്യനിൽ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബസ്സിൽ കയറി നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അത് നല്ല റിലാക്സിങ് ആയിട്ടുള്ള പാട്ടായിരിക്കും. ചില സമയത്തൊക്കെ ബസ്സിൽ കയറുന്നത് തന്നെ ആ ഒരു പാട്ട് കേൾക്കാനാന്ന് വേണമെങ്കിൽ പറയാം. അതെ, അപ്പോൾ നമ്മൾ മൈൻഡൊക്കെ കൂളാക്കി ആ പാട്ടൊക്കെ ഇട്ട് നമ്മൾ വരുന്നു, റെഫറൻസ് ഹാളിലേക്ക് വരുന്നു.
റെഫറൻസ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പം 8 to 6 ഞാൻ റെഫറൻസ് ഇരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ ആ പഠിക്കുന്നതിനിടയ്ക്കാണെങ്കിലും പല ആൾക്കാർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഇത്രയും ടൈം ഇരിക്കുമ്പോഴത്തേക്കും ഉറക്കം വരിക, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ പറയാനുള്ളത്, ഞാൻ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഒരു പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷേ കുറച്ചും കൂടെ ഡ്യൂറേഷൻ കൂട്ടിയിട്ട് അത് 20 minutes ഒക്കെ പറയുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ടൈം ഒരു 40-45 minutes ഒക്കെ ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ട് ജസ്റ്റ് അതെ ഒന്ന് വാഷ്റൂം വരെ പോവും, മുഖം കഴുകുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ടൊന്ന് വരും. എന്നിട്ട് പിന്നെയും വരുന്നു, ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 6 മണി വരെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ്, ചെല്ലുന്നത് ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് വായിക്കും. പിന്നെ വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ബയോളജി ഒന്ന് നോക്കും. അത് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് ചെയ്യാനുള്ളതെന്നും ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പിന്നെ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചെല്ലുന്നു, കുളിക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു, ആൻഡ് പിന്നെ ബയോളജി. രാത്രി ഞാൻ മെയിനായിട്ട് ബയോളജിയാണ് ഫോക്കസ് ചെയ്തത്. സോ അങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് ഒരു നീറ്റ് റിപ്പീറ്റിംഗ്, അല്ലെങ്കിൽ എക്സാമിന്റെ സമയം ആയപ്പോഴത്തേക്കും നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് മോഡൽ എക്സാംസ് വരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഒരുപാട് മോഡൽ എക്സാംസും യൂണിറ്റ് വൈസും ഓൾ യൂണിറ്റ് വൈസ്, പിന്നെ മോഡൽ, അങ്ങനെ കുറേ എക്സാംസ് ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഈ നീറ്റിന് തൊട്ട് മുന്നേ. അപ്പോൾ ആ എക്സാംസിന്റെ സമയത്തെ മോൻ്റെ ഒരു മാർക്കും അല്ലെങ്കിൽ മാർക്കിലെ വേരിയേഷൻസും അതൊക്കെ എങ്ങനെയായിരുന്നു മോനത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെ എങ്ങനെയൊക്കെയാണ് നീറ്റിൽ ഇപ്പോൾ ഇത്രയും സ്കോർ നേടാൻ സഹായിച്ചില്ല ഒരു കാര്യം? എനിക്ക് നീറ്റിന് ഇത്രയും ഒരു സ്കോർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും മോഡൽ എക്സാംസിന് വലിയൊരു പങ്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് മോഡൽ എക്സാമിന് ആദ്യമേ ടൈം ടേബിൾ കിട്ടിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, എങ്ങനെ പഠിക്കും, പലതും ഓർമ്മയില്ല, എന്താ അതിനകത്തുള്ള, അങ്ങനെ ഒരു എന്താ പറയുക ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതിന് മുമ്പ് കുറച്ച് നമുക്ക് ലീവ് കിട്ടിയ ടൈമിൽ കറക്റ്റായിട്ട് ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ആദ്യമേ തന്നെ എന്തൊക്കെ എന്ന് പഠിക്കണം, എപ്പോൾ പഠിക്കണം, എന്തോരം പഠിക്കണം, എല്ലാം ആ ഒരു നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ആദ്യത്തെ മോഡൽ എക്സാമിനാണെങ്കിൽ പോലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. ആൻഡ് അപ്പം നല്ലൊരു മോട്ടിവേഷൻ കിട്ടി, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്, അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് എഴുതി. അങ്ങനെ മോഡൽ എക്സാംസിന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീക്ക്ലിയേക്കാളും നല്ലതായിട്ട് ഞാൻ പെർഫോം ചെയ്ത് മോഡൽ എക്സാംസിനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്താണെങ്കിലും നല്ല രീതിക്ക് ചെയ്തു. അവിടെ നടുക്ക് പോയി പ്രൈസൊക്കെ മേടിക്കാൻ പറ്റി. പ്രൈസൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കിട്ടും നമുക്കൊരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അതൊരു ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നില്ലേ പഠിക്കാനോ, അല്ലെങ്കിൽ ഓരോ സമയത്ത് ഇനിയും മേടിക്കണം എന്നുള്ളൊരു ശരിക്കും തോന്നുന്നൊരു ടൈം. നമ്മളങ്ങനെ അവിടെ നടുക്കിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ ചുറ്റും നിൽക്കുകയും അത് ഭയങ്കര ഒരു ശരിക്കും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ പക്ഷേ എന്നും പറ്റിയില്ലെങ്കിലും ഇടയ്ക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്. ചില സിറ്റുവേഷൻ നല്ല കുറച്ചുകൂടെ പാടായിട്ടുള്ള എക്സാം, അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് നമ്മൾ തെറ്റിച്ചിട്ട് മാർക്ക് കുറഞ്ഞ ടൈം, അങ്ങനെ പല സമയമുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ വന്നു, അയ്യോ ഇങ്ങനെയൊക്കെ ഇനി ശരിക്കുള്ള നീറ്റിന് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു തോട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളോട് തന്നെ സംസാരിച്ച് ഒന്ന് ശരിയാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വേറെ ആൾക്കാരെ മാർക്ക് കമ്പയർ ചെയ്യാതിരിക്കുക, അതൊരു മെയിൻ കാര്യമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ബാക്കിയുള്ള ആൾക്കാരുടെ മാർക്ക് എന്തും ആയിക്കോട്ടെ, നമ്മളോട് തന്നെ കോമ്പീറ്റ് ചെയ്യാം. ആൻഡ് എൻ്റെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്തേ. അപ്പം എനിക്ക് ഇപ്പോൾ ഒരു എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിയെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് അതിലും കൂടുതൽ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും കോമ്പീറ്റ് ചെയ്ത് ലൈക്ക് ലാസ്റ്റ് എത്തിയപ്പോൾ ലൈക്ക് വേറെ ആരും ഇല്ല എന്നുള്ളൊരു ഫീൽ വന്നു. നമ്മുടെ ക്ലാസ്സിലേക്കാണെങ്കിലും വേറെ ആരും ഇല്ല, എപ്പോഴും ഞാൻ തന്നെ ആ ഒരു ഇത് കിട്ടും നമുക്ക്. നമ്മൾ വേറെ ആൾക്കാരെ മാർക്ക് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ശരിക്കും നമ്മളോട് കോമ്പീറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മളാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു കോമ്പീറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇത് ഇത്രയും നല്ലൊരു സ്കോർ നേടുകയും, അല്ലെങ്കിൽ മോനൊരു കൺസിസ്റ്റൻസി ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ആ ഒരു ജേർണിയിൽ തോന്നിയിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റൻസി വേണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് വേണം, ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, ഈ പാഷനോട് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കിത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്കത് മനസ്സിലായി. ഞാൻ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു റിപ്പീറ്റിംഗ് ലൈഫിൽ നിന്ന് വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുക. മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യുക. ഞാൻ എപ്പോഴും ഏകദേശം ഒരു 500, 300 ആ ഒരു റാങ്കിനുള്ളിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് വന്നിട്ടുണ്ട്. അത് വിട്ട് ഞാൻ പോയിട്ടേ ഇല്ല. എപ്പോഴും ഞാൻ അത് തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ നിന്നേ. അപ്പം അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നും പഠിക്കുക, ഫോക്കസ് ചെയ്ത് പോവുക, കൺസിസ്റ്റന്റ്. അതെ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ ബ്രില്യൻറ്റിലെ ആ ഒരു റാങ്ക് ലിസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമിൽ നോക്കിയാൽ മതി. വീക്കിലേക്ക് നോക്കണമെന്ന് ഞാൻ പറയില്ല. മോഡൽ എക്സാമിൻ്റെ ടൈമിൽ നമ്മളൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ തന്നെയാണ് എഴുതുന്നത്. മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ഒരു 17,000 ആയിരുന്നു ഞാൻ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്കൊരു നല്ല റാങ്ക് നേടാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് എന്തായാലും MBBS കിട്ടും എന്നുള്ളത്. കാരണം ഇവിടെ കേരളത്തിൽ ഇപ്പം നീറ്റ് എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് 90% സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൽ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു നല്ല റാങ്ക് കിട്ടിയാൽ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും MBBS കിട്ടും. അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുക എന്ന് തന്നെ ഞാൻ പറയും. സോ ഇപ്പം മോൻ പറഞ്ഞു ഒരു എക്സാമിൻ്റെ കാര്യം, റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മുടെ ബെർലിനിൽ ഏകദേശം അവരുടെ പോർഷൻസ് ഇനി ഏകദേശം 6 മന്തും കൂടെ ഉള്ളൂ. മുന്നോട്ട് പോകും തോറും ഓരോ എക്സാംസ്, വീക്ക്ലി എക്സാംസ്, ക്രിസ്മസ് എക്സാം, ഓരോ എക്സാംസിൽ വരുന്നുണ്ട്, മോഡൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? സോ അവരുടെ അടുത്ത് എന്താണ് ശിവതേജസിൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് എന്താണ് നമുക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മെയിൻലി മോഡൽ എക്സാംസ് ഫോക്കസ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്ക് മാക്സിമം തിയറി നിങ്ങൾ പഠിച്ചു തീർക്കുക. ആൻഡ് മോഡൽ എക്സാംസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, കഷ്ടപ്പെടാൻ റെഡി ആവുക. കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ട വരും. എന്തായാലും അതില്ലാതെ നമുക്കൊരു നേട്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാകും. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശിവതേജസിനും എല്ലാവിധ ആശംസകളും നൽകിയാണ്. ഇപ്പോൾ മോൻ തന്നെ പറഞ്ഞു, അതായത് നീറ്റിൻ്റെ സമയത്തുണ്ടായിരുന്നതിൽ ഒരുപാട് വ്യത്യാസത്തിലാണ് ഇപ്പോൾ മോൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, മുന്നോട്ടും അതുപോലെ എൻജോയ് ചെയ്തും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വന്ന് നല്ലൊരു ഡോക്ടറായിട്ട് ഞങ്ങൾ അടുത്ത തവണ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഡോക്ടർ ശിവ തേജസ് എന്ന് പറയുന്ന ഒരാളെ ആയിരിക്കണം ഞങ്ങൾക്ക് ഇനി കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനി എല്ലാവിധ ആശംസകളും ബുള്ളിയൻസ് സ്റ്റഡി സെൻറ്റർ ഫാമിലിയുടെ വക നൽകിയാണ്. ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.